ശ്ലോകം 3. അശ്രദ്ധ. നമോം നാരായണം നമസ്കൃത്യം നരം ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുധിരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭാഗവതേ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേങ്കിരി യത്കൃപാദമഹം വന്ദേ പരമാനന്ദമാധവം. ഓം നമോ വിഷ്ണുപാദായ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാഞ്ച ശ്രീരൂപം സാഗ്രജാതം സഗഗണ രഘുനാഥാന്വിതം തം സജീവം സാധുയിതം സാവധൂതം പരിജന സഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗഗണ ലളിതാൻ ശ്രീ വിശാഖാന്വിതാഞ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപച്ഛ കൃപാ സിന്ധുഭ്യയേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസ ആദിഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവത യഥാരൂപം അധ്യായം 9 ശ്ലോകം 3, 4. അശ്രദ്ധാനാ പുരുഷ ധർമ്മസ്യാസ്യ പരന്തപ അപ്രാപ്യ മാം നിവർത്തന്തേ മൃത്യുസംസാരവർമ്മനി. പരന്തപ, ഹേ പരന്തപ, അസ്യ ധർമ്മസ്യ, ഈ ധർമ്മത്തിന്റെ, അശ്രദ്ധദാന, അവിശ്വാസികളായ. ഹരേ കൃഷ്ണ. ശ്ലോകവേ 2 വട്ടം കുറിച്ചില്ലേ? എന്തോ മാതാജി? ശ്ലോകമില്ലേ കീർത്തന അതേ ഭഗവത്ഗീത 2 വട്ടം കുറിച്ചില്ലേ മാതാജി? 1 വട്ടമല്ല 2. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അശ്രദ്ധദാന പുരുഷ ധർമ്മസ്യാസ്യ പരന്തപ അപ്രാപ്യ മാം നിവർത്തന്തേ മൃത്യു സംസാരവർമ്മനി. അശ്രദ്ധദാന പുരുഷ ധർമ്മസ്യാസ്യ പരന്തപ അപ്രാപ്യ മാം നിവർത്തന്തേ മൃത്യു സംസാരവർമ്മനി. പരന്തപ, ഹേ പരന്തപ, അസ്യ ധർമ്മസ്യ, ഈ ധർമ്മത്തിന്റെ, അശ്രദ്ധദാന, അവിശ്വാസികളായ, പുരുഷ, ജനങ്ങൾ, മാം, എന്നെ, അപ്രാപ്യ, പ്രാപിക്കാതെ, മൃത്യു സംസാരവർമ്മനി, ജനന മരണമാർഗത്തിൽ, നിവർത്തന്റെ, തിരിച്ചു വരുന്നു. വിവർത്തനം. ഭക്തിയുത സേവനത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് എന്നെ പ്രാപിക്കാനാവില്ല. ഹേ ശത്രുഞ്ജയ, അതുകൊണ്ട് അവർ ഈ ഭൗതിക ലോകത്തിൽ ജനന മരണങ്ങളുടെ വഴിയിലേക്ക് വീണ്ടും എത്തുന്നു. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദർ കി ജയ്. അവിശ്വാസികൾക്ക് ഭക്തിയുതമായ സേവന കർമ്മത്തിൽ ഏർപ്പെടാൻ കഴിയില്ല എന്നാണ് ഈ ശ്ലോകം സ്പഷ്ടമാക്കുന്നത്. വിശ്വാസമാകട്ടെ ഭക്തന്മാരുടെ സമ്പർക്കത്തിൽ നിന്നുളവാകേണ്ടതാണ്. വൈദിക ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള തെളിവുകളെല്ലാം മഹാത്മാക്കളിൽ നിന്ന് കേട്ടറിഞ്ഞാൽ പോലും നിർഭാഗ്യരായ ജനങ്ങൾക്ക് ഈശ്വരനിൽ വിശ്വാസം ഉണ്ടാവുകയില്ല. സംശയശീലരായ അവർക്ക് ഭഗവത് സേവനത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കാറില്ല. കൃഷ്ണ അവബോധത്തിൽ പുരോഗമിക്കണമെങ്കിൽ വിശ്വാസം അത്യാവശ്യമാണ്. എന്താണ് വിശ്വാസം? ഭഗവാൻ കൃഷ്ണനെ സേവിക്കുന്നത് കൊണ്ട് പരിപൂർണത നേടാൻ കഴിയുമെന്ന ഉറച്ച ബോധം തന്നെ വിശ്വാസം. ഇതാണ് ചൈതന്യ ചരിതാമൃതത്തിന്റെ നിർവചനം. ഇതാണ് ശരിയായ വിശ്വാസം. യഥാതരോർമൂല നിഷേചനേന ത്യപ്യന്തി തത് സ്കന്ധഭുജോപശാഖാഃ പ്രാണോപഹാരാച യതേന്ദ്രിയാണാം തദൈവ സർവാർഹണ അച്യുതേച്ഛ. ഭാഗവതം 4:31-14. വൃക്ഷത്തിന്റെ വേരുകളിൽ വെള്ളമൊഴിക്കുന്നത് കൊണ്ട് അതിന്റെ കൊമ്പുകളും ചില്ലകളും ഇലകളും സംതൃപ്തി അടയുന്നു. ഉദരത്തിന് ആഹാരം നൽകുന്നതിനാൽ ശരീരത്തിലെ സർവ്വ ഇന്ദ്രിയങ്ങളും തൃപ്തിപ്പെടുന്നു.
അതുപോലെ തന്നെ ഭഗവാന്റെ അതീന്ദ്രിയ സേവനത്തിൽ ഏർപ്പെടുന്ന ഭക്തൻ ദേവന്മാരെയും സർവ്വ ജീവജാലങ്ങളെയും സംതൃപ്തരാക്കുന്നു. ഭഗവത്ഗീത വായിച്ച ശേഷം ഒരാൾ ഗീതാ സിദ്ധാന്തങ്ങളെ അംഗീകരിക്കണം. മറ്റെല്ലാ പദ്ധതികളെയും ഉപേക്ഷിച്ച് ശ്രീകൃഷ്ണ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടണം. ഈ ജീവിത തത്വത്തിലുള്ള സ്ഥൈര്യമത്രേ വിശ്വാസം. ഈ വിശ്വാസത്തെ വളർത്തിയെടുക്കലാണ് കൃഷ്ണ അവബോധത്തിന്റെ പ്രക്രിയ. കൃഷ്ണ അവബോധ പ്രവർത്തകരിൽ 3 തരക്കാരുണ്ട്. വിശ്വാസം കുറഞ്ഞവർ മൂന്നാം വിഭാഗത്തിൽ പെടുന്നു. ഔദ്യോഗികമായി ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടിരുന്നാലും അവർ പരിപൂർണ അവസ്ഥയിൽ എത്താറില്ല. പ്രായേണ കുറച്ചു കാലത്തിനുള്ളിൽ അവർ വിട്ടുപോവുകയാണ് പതിവ്. കൃഷ്ണ അവബോധ പ്രക്രിയയിൽ ഏർപ്പെട്ടാലും ഉറച്ച വിശ്വാസമില്ലായകയാൽ അവർക്ക് അതിൽ തുടർന്നു പോകാൻ പ്രയാസമാകും. ചിലർ മറ്റെന്തോ ഉദ്ദേശിച്ച് കൃഷ്ണ അവബോധ പ്രവർത്തനത്തിൽ ചേരുകയും ധനസ്ഥിതി തെല്ലൊന്ന് മെച്ചപ്പെട്ടാൽ അത് ഉപേക്ഷിച്ച് പഴയ വഴിയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തിട്ടുള്ള ദുരാനുഭവങ്ങൾ ഞങ്ങളുടെ കർത്തവ്യ നിർവഹണത്തിനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ കൃഷ്ണ അവബോധത്തിൽ പുരോഗതി ഉണ്ടാവൂ. വിശ്വാസത്തിന്റെ വികാസത്തെ മുൻനിർത്തി നോക്കുമ്പോൾ ഭക്തി സാഹിത്യ കൃതികൾ വായിച്ച് തഴക്കം വരികയും ദൃഢവിശ്വാസം കൈവരിക്കുകയും ചെയ്യുന്ന ഒരാളെ കൃഷ്ണഭക്തരിൽ ശ്രേഷ്ഠൻ എന്ന് വിളിക്കാം. ഭക്തിശാസ്ത്ര ഗ്രന്ഥ പഠനത്തിൽ പുരോഗമിച്ചിട്ടില്ലെങ്കിലും കൃഷ്ണഭക്തിയിൽ ഉറച്ച വിശ്വാസമുള്ളവരെ 2ാം തരക്കാരായി കരുതാം. ഇവർക്ക് കൃഷ്ണ സേവനമാണ് ഏറ്റവും നല്ലതെന്നറിയാം. അതിൽ നല്ല വിശ്വാസമുണ്ട് താനും. സദ്ഗ്രന്ഥങ്ങളെ കുറിച്ച് വേണ്ടത്ര അറിവോ അവയിൽ നല്ല വിശ്വാസമോ ഇല്ലാതെ ഭക്ത സഹവാസം കൊണ്ടും നിഷ്കപടത കൊണ്ടും ഈ വഴി സ്വീകരിക്കുന്ന 3ാം കിടക്കാരേക്കാൾ ഉത്കൃഷ്ടരാണിവർ. കൃഷ്ണ അവബോധത്തിലെ 3ാം കിടക്കാരൻ വഴുതി വീണേക്കാം. 2ാം തരത്തിൽപ്പെട്ട ഒരാൾ വീഴുകയില്ല. 1ാം കിടക്കാരാകട്ടെ വീഴുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. അയാൾ തീർച്ചയായും പുരോഗമിച്ച് ലക്ഷ്യത്തിലെത്തും. ഒരു 3ാം കിട ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭക്തിയുത സേവനം വളരെ നല്ലതെന്ന് ഉറപ്പുണ്ടെങ്കിലും ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത മുതലായ ഗ്രന്ഥങ്ങളിലൂടെ കൃഷ്ണനെ കുറിച്ച് വേണ്ടുന്നത്ര അറിവ് നേടിയിട്ടുണ്ടെന്ന് വരില്ല. ചിലപ്പോൾ ഇത്തരക്കാർക്ക് കർമ്മയോഗത്തിലോ ജ്ഞാനയോഗത്തിലോ കുറച്ച് താല്പര്യമുണ്ടാവാം. അവരെ അസ്വസ്ഥരാക്കിയേക്കാം. പക്ഷേ ഈ ജ്ഞാനയോഗങ്ങളുടെ ബാധയെ ജയിച്ചു കിട്ടിയാൽ അവർ കൃഷ്ണ അവബോധത്തിൽ 2ാം കിടക്കാരോ 1ാം കിടക്കാരോ ആയിത്തീരും. ഭാഗവതം കൃഷ്ണനിലുള്ള വിശ്വാസത്തെ 3 അവസ്ഥകളായി വിഭജിച്ച് കാട്ടുന്നുണ്ട്. അതിൽ 11ാം സ്കന്ധത്തിൽ കൃഷ്ണനോടുള്ള മമതയെ 1ാം തരം, 2ാം തരം, 3ാം തരം എന്നിങ്ങനെ ക്രമേണ വിവരിക്കുന്നു. കൃഷ്ണനെ കുറിച്ച് ധാരാളം കേട്ടിട്ടും ഭക്തിയുത സേവന വൈശിഷ്ട്യത്തിൽ വിശ്വാസമില്ലാതെ അതെല്ലാം വെറും സ്തുതിപാടലായി കരുതുന്നവർക്ക് അവർ അത്തരം ക്രിയകളിൽ ഏർപ്പെട്ടാൽ പോലും ആ വഴി പ്രയാസമേറിയതായേ തോന്നുകയുള്ളൂ. അവർ പരിപൂർണത നേടുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. അങ്ങനെ ഭക്തിയുത സേവനത്തിലെ പ്രധാന ഘടകമാണ് വിശ്വാസം. ശ്ലോകം 4. മയാ തദമിദം സർവം ജഗദവ്യക്തമൂർത്തിനാ മസ്താനി സർവഭൂതാനി ന ചാഹം ദേശവസ്ഥിതാ. മയാ തദമിദം സർവം ജഗദവ്യക്തം ന ചാഹം ദേശവസ്ഥിതഃ. അവ്യക്തമൂർത്തിന വ്യക്തമല്ലാത്ത രൂപത്തിൽ, മയ എന്നാൽ സർവം എല്ലാം, ഇതം ജഗത്ത് ഈ ജഗത്തും, തദം വ്യാപ്തമായിരിക്കുന്നു, സർവഭൂതാനി എല്ലാ ഭൂതങ്ങളും, മസ്താനി എന്നിൽ സ്ഥിതി ചെയ്യുന്നവയാണ്, അഹം ഞാൻ, തേഷു അവയിൽ, ന ച അവസ്ഥിതഃ സ്ഥിതി ചെയ്യുക അല്ല. അവ്യക്തമായ രൂപത്തിൽ ഞാൻ ഈ പ്രപഞ്ചമെമ്പാടും വ്യാപിച്ചു നിൽക്കുന്നു. സർവഭൂതങ്ങളും എന്നിലാണ്, ഞാൻ അവയിലല്ല സ്ഥിതി ചെയ്യുന്നത്. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദർ കി ജയ്. പരമദിവ്യോത്തമ പുരുഷൻ സ്ഥൂലേന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ല. അത ശ്രീകൃഷ്ണ നാമാദിന ഭഗവോദ്ഗ്രാഹ്യമിന്ദ്രിയൈ സേവാൻമുഖേഹി ജിഹ്വാദൗ സ്വയമേവ സ്ഫുരത്യത. ഭക്തിരസാമൃത സിന്ധു 1-2 234. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നാമം, യശസ്, ലീലകൾ മുതലായവ ഭൗതികമായ ഇന്ദ്രിയങ്ങൾക്ക് വിഷയീഭവിക്കുന്നില്ല. പരിശുദ്ധ ഭക്തിയോടെ ശരിയായ മാർഗനിർദ്ദേശത്തോടെ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നവർക്കേ അദ്ദേഹത്തെ അറിയാൻ കഴിയൂ. പ്രേമാഞ്ജന ചുരിത ഭക്തി വിലോചനേന സന്ത സദൈവ ഹൃദയേഷു വിലോകയന്തി. ബ്രഹ്മസംഹിത 5:38. ഭഗവാൻ ഗോവിന്ദനോടുള്ള അതീന്ദ്രിയ പ്രേമത്തെ വളർത്തിയെടുത്ത ഭക്തനെ അദ്ദേഹത്തെ തന്റെ ഉള്ളിലും പുറത്തും
ഒരുപോലെ എപ്പോഴും കാണാൻ കഴിയും. സാധാരണ ജനങ്ങൾക്ക് ദൃശ്യനല്ല ഭഗവാൻ, സർവ്വവ്യാപി എങ്കിലും ഭൗതിക കേന്ദ്രീയങ്ങളിൽ ഗ്രാഹ്യനല്ല അദ്ദേഹമെന്ന് ഇവിടെ അവ്യക്തമൂർത്തിന എന്ന പദം കൊണ്ട് വ്യക്തമാകുന്നു. നമുക്ക് കാണാൻ കഴിയില്ലെങ്കിൽ കൂടി വാസ്തവത്തിൽ എല്ലാം അദ്ദേഹത്തിലാണ് നിലകൊള്ളുന്നത്. 7-ാം അധ്യായത്തിൽ വ്യാപരിച്ചിരിക്കുന്നത് പോലെ ഈ ഭൗതിക പ്രപഞ്ചമൊട്ടാകെ അദ്ദേഹത്തിന്റെ രണ്ട് വ്യത്യസ്ത ശക്തികളുടെ ആധ്യാത്മികമായ ഉത്കൃഷ്ട ശക്തിയുടെയും ഭൗതികമായ അധമശക്തിയുടെയും സങ്കലനം മാത്രമത്രേ. സൂര്യപ്രകാശം ലോകത്തിൽ എങ്ങും വ്യാപിക്കുന്നത് പോലെ ഭഗവത് ഇച്ഛയും സൃഷ്ടിജാലത്തിൽ എങ്ങും പ്രസരിക്കുന്നുണ്ട്. ആ ശക്തിയിലാണ് അവയുടെ നിലനിൽപ്പ്. എന്നാൽ ഇങ്ങനെ വ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് വ്യക്തിത്വം നഷ്ടപ്പെട്ടു എന്നു കരുതേണ്ട. ഞാൻ എങ്ങും വ്യാപിച്ചു നിൽക്കുന്നു, എല്ലാം എന്നിലാണ്, എങ്കിലും ഞാൻ അവയിലല്ല എന്ന സൂക്തത്താൽ ഇത്തരം വാദഗതിയെ നിഷേധിക്കുകയാണ് കൃഷ്ണൻ ചെയ്യുന്നത്. ഉദാഹരണമായി, ഒരു രാജാവ് തന്റെ പ്രഭാവത്തിന്റെ ആവിഷ്കരമായ ഭരണകൂടത്തിന്റെ തലവനാണ്. അതിലെ വിവിധ വകുപ്പുകൾ രാജാവിന്റെ ശക്തി പ്രഭാവങ്ങൾ തന്നെ. എല്ലാ വകുപ്പുകളും രാജാവിന്റെ അധികാരത്തിൽ നിലകൊള്ളുന്നു. എങ്കിലും ഓരോ വിഭാഗത്തെയും അദ്ദേഹം സ്വയം കൈകാര്യം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൂടാ. ഏകദേശ രൂപത്തിലുള്ള ഒരു ഉദാഹരണമാണിത്. അങ്ങനെ നമുക്ക് ഗോചരങ്ങളായ ആവിർഭാവങ്ങൾ ആ ഭൗതിക ലോകത്തിലുള്ളവയായാലും ശരി, ആധ്യാത്മിക ലോകത്തിൽപ്പെട്ടവയായാലും ശരി, ഭഗവത് ഇച്ഛയിൽ അധിഷ്ഠിതങ്ങളാണ്. അവിടുത്തെ വിവിധ ശക്തികളുടെ സങ്കലനത്താലാണ് സൃഷ്ടി സംഭവിക്കുന്നത്. വിഷ്ടഭ്യാഹമിതം കൃഷ്ണം എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്റെ പ്രാതിനിധ്യം വഹിക്കുന്ന വിവിധ ശക്തികളുടെ വികിരണം വഴിയായി അദ്ദേഹം എവിടെയും സന്നിഹിതനാവുകയാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. മാതാജിക്ക് ഇതിൽ മനസ്സിലായത് പറയാൻ പറ്റും? ഹരേ കൃഷ്ണ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭഗവാനിലുള്ള വിശ്വാസത്തിന്റെ കാര്യമാണ്. ഭഗവാനിൽ വിശ്വാസമില്ലെങ്കിൽ എത്രയോ ഭക്തന്മാര് ഭഗവാനിൽ സേവിക്കാൻ വരുന്നുണ്ട്, എന്നിട്ട് വിശ്വാസമില്ലാതെ അവര് തിരിച്ചു പോകുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം എന്റെ വീടിനടുത്ത് തന്നെ 2-3 പേരുടെ ഞാൻ ഇടയായിട്ട് അവരോട് ഇങ്ങനെ കയർത്ത് സംസാരിച്ചു. കാരണം ഇസ്കോണിന്റെ ഇതിലുള്ളവരായിരുന്നു. അപ്പൊ അവരുടെ ഭർത്താവ് അങ്ങ് മരിച്ചു പോയപ്പം അവർക്ക് അതിൽ ആ ദുഃഖത്തിൽ നിന്ന് അങ്ങോട്ട് വിട്ടുപോകാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, നമുക്ക് ഇതുപോലൊരു ഗ്രൂപ്പ് ഉണ്ട്, അതിൽ വാ, നമുക്ക് ഇതിൽ ചേരാമെന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു, ഇല്ലില്ല, ഞങ്ങൾ ചേരുന്നേ ഇല്ല, ഞങ്ങൾ നേരത്തെ അതിനകത്തിലുള്ളതായിരുന്നു, ആ ഗ്രൂപ്പിൽ ഞങ്ങൾ ഉള്ളതായിരുന്നു, ഞങ്ങൾക്ക് ഇത്രയും ദുഃഖം തന്നു, ഇനിയും ഭഗവാനും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ ചോദിച്ചു, അത് ശരി, അപ്പൊ നിങ്ങൾക്ക് ജനിച്ചാ പിന്നെ മരണമില്ലെന്നാണോ വിചാരിക്കുന്നേ? ഞാൻ പറഞ്ഞു, മനുഷ്യൻ ജനിച്ചാ മരിക്കും, അത് ഇത് ലോകത്തിൽ എങ്ങും ഉള്ള ഒരു കാര്യമാണ്, പിന്നെന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? വേണ്ട, ഞങ്ങൾ ഇതെല്ലാം ജപമെല്ലാം ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാം മാലയെല്ലാം മാറ്റി വെച്ചു. അതുപോലെ മറ്റുള്ളവരോട് പറയുമ്പോ അവര് പറയുന്നേ, ഞങ്ങൾ ഇപ്പൊ അങ്ങോട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉടൻ തന്നെ അങ്ങ് സാധിച്ചു തരണമല്ല, അല്ലെങ്കിൽ 2 ദിവസം 3 ദിവസം ഭഗവാനെ വിളിച്ചു 3-ാമത്തെ ദിവസം അവര് പറ മറ്റു മതസ്ഥയിൽ ഓടിപ്പോവും, അവരോട് ചെല്ലുമ്പോ അവരെല്ലാം പെട്ടെന്ന് അങ്ങ് സാധിച്ചു തരും എന്നാണ് പറയുന്നത്. അങ്ങനെ 2-3 പേരോട്ട് ഞാനുമായിട്ട് അങ്ങനെ സംസാരിക്കേണ്ടി വന്നു. അപ്പൊ അങ്ങനെ മനുഷ്യർക്കെല്ലാം ഭഗവാനോട് ഉറച്ച വിശ്വാസം വേണം. ഭഗവാൻ എപ്പോഴും നമ്മളുടെ കൂടെയുണ്ട്. നമ്മളുടെ ഏത് കാര്യത്തിലും ഭഗവാനെ എപ്പോഴായാലും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം എപ്പോഴും നമ്മൾക്കുണ്ടാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാൻ നമ്മുടെ കൂടെ നിൽക്കത്തുള്ളൂ. ഇത് 2 ദിവസം വിളിക്കും, 3 ദിവസം വിളിക്കും, 4-ാമത്തെ ദിവസം അവര് തിരിച്ചു പോകും, എനിക്ക് ഭഗവാനെ വിളിക്കണ്ട. പക്ഷെ അങ്ങനെയല്ല വേണ്ടിയത്. എപ്പോഴും ഭഗവാൻ നമ്മളുടെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ എപ്പോഴും വിശ്വസിക്കണം.